ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമകാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമകാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പിളർന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. പിളർന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. വാഴും കാന്തനോടായിരമാണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. വാഴും കാന്തനോടായിരമാണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ.
ഇനി ഇരുളൊരു നാളും ദൈവ കുഞ്ഞാടു പ്രകാശമാ. ഇല്ല ഇനി ഇരുളൊരു നാളും ദൈവ കുഞ്ഞാടു പ്രകാശമാ. എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗസിയോൻ പുരിയിൽ. എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗസിയോൻ പുരിയിൽ. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമകാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗസിയോൻ പുരിയിൽ. കാണും പ്രേമകാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗസിയോൻ പുരിയിൽ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം ശ്രദ്ധിപ്പാനായി കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 90-ാം സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനമാണ്. മോശയുടെ ജീവിതത്തിലേക്ക്, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതും ജീവിതത്തിൻ്റെ നശ്വരതയും ലോകത്തിൻ്റെ ഒന്നുമില്ലായ്മയും എല്ലാം കണ്ട് അനുഭവിച്ചതിന് ശേഷം ജീവിത സായാഹ്നത്തിൽ നിന്നുകൊണ്ട് ദീർഘദർശിമാരിൽ തലവനായ മോശ എഴുതുന്ന സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. മോശയുടെ ജീവിതത്തിൽ 3 മാസക്കാലം ഒളിവിൽ പാർത്ത കാലം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുശേഷം രാജകൊട്ടാരത്തിൽ അമ്മ തന്നെ മുലപ്പാൽ കൊടുത്ത് വളർത്തുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ച് 40 വർഷക്കാലം ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി എല്ലാ അഭ്യസനവും നടത്തി മോശ വളർന്നു വന്നു. 40 വർഷം തികഞ്ഞപ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം മുതൽ വായിക്കുന്നത് പോലെ 40 വയസ്സ് തികഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു വലിയ ഉൾവിളിയുണ്ടായി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം മുതൽ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. 40 വയസ്സായ മോശ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ഇവിടെ നിന്നുകൊണ്ട്. മിസ്രൈമിലെ അടുത്ത കിരീടാവകാശിയായി ഫറവോയായി വാഴേണ്ടതായ മോശ ഇതെല്ലാം കണ്ടും അതിനുള്ള അഭ്യാസമെല്ലാം തികഞ്ഞു നിൽക്കുമ്പോൾ ഒരു വലിയ ബോധ്യം കിട്ടി. പാപത്തിൻ്റെ ലോകത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി നിന്ദ അനുഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും രാജകൊട്ടാരം വിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവവിളിക്ക് വേണ്ടി മോശ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. വീണ്ടും 40 വർഷക്കാലം മോശയുടെ ജീവിതത്തിലെ ശുദ്ധീകരണ കാലമായിരുന്നു. ഒറ്റയ്ക്ക് 40 വയസ്സ് മുതൽ 80 വയസ്സ് വരെയും മോശ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് പർവ്വതങ്ങളിൽ കൂടി മലമടക്കുകളിൽ കൂടി നടന്നു പോകുന്നതായ മോശയെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ 40 വർഷവും കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിലാണ് മോശയ്ക്ക് വീണ്ടും വലിയ ദൈവവിളി ഉണ്ടാവുകയും ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മോശയെ മിസ്രൈമിലേക്ക് അയക്കുന്നു. ഈ ചരിത്രമെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം വീണ്ടും 40 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് 90-ാം സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കണ്ട് അനുഭവിച്ച് ജീവിതത്തിൽ ലോകത്തിൻ്റെ തികവും ലോകത്തിൻ്റെ സുഖങ്ങളും എല്ലാം കണ്ടും അനുഭവിച്ചും അറിഞ്ഞതിന് ശേഷം മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ.
ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഉപദേശിക്കണം. ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത്, ഞങ്ങളുടെ ജീവിതം എത്ര നശ്വരമാണ്, എത്ര ഹ്രസ്വമാണ്. അതുകൊണ്ട് ഒരു സ്നേഹസമ്മാനമായ ദൈവം എനിക്ക് തന്നിരിക്കുന്നതായ ഈ ജീവിതകാലത്ത് ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ, എൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ കൊടുക്കേണ്ടത്, ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ കൂടി ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. കർത്താവെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം എൻ്റെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്കറിയാം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജ്ഞാനമുള്ള ഹൃദയം എന്താണ് നമുക്ക് പ്രാപിക്കേണ്ടത്, എന്ത് കാഴ്ചപ്പാടാണ് നമുക്ക് കിട്ടേണ്ടത്, എന്താണ് ജ്ഞാനമുള്ള ഹൃദയം? മോശ പറഞ്ഞു, ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. എന്തെല്ലാമാണ് ജ്ഞാനമുള്ള ഹൃദയം? എന്ത് ജ്ഞാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശേഖരിക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സമാധാനത്തിലുള്ളത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണ്. നീ അതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിനക്ക് സമാധാനമില്ല, സമാധാനം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണ്. എന്താണ് സമാധാനത്തിനുള്ള മാർഗമെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടും പൈതങ്ങളോടും കൂടി യെരുശലേം ദേവാലയത്തിലേക്ക് ഘോഷയാത്രയായി പോകുമ്പോൾ അതുവരെയും അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്നെല്ലാം വളരെ ഘോഷത്തോടെ യെരുശലേം ദേവാലയത്തിലേക്ക്, യെരുശലേമിൻ്റെ തെരുവീതികളിൽ കൂടി നടന്നുപോയതായ ഘോഷയാത്രയിൽ യെരുശലേം ദേവാലയത്തോട്, ആ പട്ടണത്തോട് സമീപിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഘോഷയാത്ര ഇവിടെ നിന്നു. യെരുശലേമിനെ നോക്കി കർത്താവായ യേശു ക്രിസ്തു വായിച്ച വാക്കാണ്. ഒന്നും കൂടി നോക്കുക. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അവൻ യെരുശലേം നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ ഓർത്ത് കരഞ്ഞു. കാരണം യെരുശലേം ദേവാലയം, യെരുശലേം നഗരം, അല്ലെങ്കിൽ യഹൂദ ജനം, അവിടെ സമാധാനത്തിലുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂടി. നിനക്ക് ഒരു സന്ദർശന കാലമുണ്ട്. ആ സന്ദർശന കാലം നീ അറിയണം. യെരുശലേമേ, നീ ഒരു കാര്യം അറിയണം, അത് നിന്റെ സമാധാനത്തിലുള്ളത് നീ മറിഞ്ഞിരിക്കുകയാണ്. നിനക്കൊരു സന്ദർശന കാലമുണ്ട്. ആ സന്ദർശന കാലം നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഒരു സന്ദർശന കാലം വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന കാലം, നമ്മളോട് ഇടപെടുന്ന കാലം, നമ്മളെ വിളിക്കുന്ന കാലം, മാനസാന്തരത്തിന് വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലം, നമ്മളോട് ഇടപെടുന്നതായ ഒരു കാലമുണ്ട്. ആ സന്ദർശന കാലം നാം അറിഞ്ഞില്ല എങ്കിൽ, സമാധാനത്തിനുള്ള വഴി ദൈവം നമുക്ക് കൽപ്പിച്ചിരുന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, നമ്മൾ സമാധാനം തേടി ഓടുന്നവരായിരിക്കും. ലോകത്തിൽ എല്ലാവർക്കും സമാധാനം വേണം. സമാധാനം ആവശ്യമില്ലാത്തവരാരുമില്ല. സമാധാനം തേടി മനുഷ്യൻ അനേക സ്ഥലങ്ങളിൽ കൂടി പോവുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന കാര്യമാണ്. എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം, എല്ലാം കണ്ടതിന് ശേഷം ശലോമോൻ പറയുകയാണ്, പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. അവർ സമാധാന പട്ടണത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക, ഏതാണ് വഴിയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ കണ്ടതായ വഴിയിൽ കൂടി യാത്ര പോവുകയാണ്. പക്ഷേ അത് യഥാർത്ഥമായി ആ പട്ടണത്തിലേക്കുള്ള വഴിയല്ല. ഒന്നുകൂടി ആ വാക്യം വായിക്കാം. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ, മോക്ഷപട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ
തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. ഈ ആധുനിക തലമുറയുടെ ഒരു നല്ല ഒരു എക്സാമ്പിളാണ് അവിടെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സമാധാനം അന്വേഷിക്കുന്നവരാണ് എല്ലാവരും. കാരണം മനുഷ്യന് സമാധാനമില്ലല്ലോ, അപ്പോൾ സമാധാനം ലഭിച്ചേ ഒക്കുകയുള്ളൂ. സമാധാനം തേടി അലഞ്ഞു പോകുന്നതായ മനുഷ്യൻ, പക്ഷേ അതിൻ്റെ വഴി അവർക്ക് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നു തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് സമാധാനം കിട്ടുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ ഭക്തിയുണ്ടെന്ന് തോന്നുന്നതായ മറ്റൊരു സമാധാന കേന്ദ്രത്തിൽ പോകാം, തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാം, ദേവാലയത്തിൽ പോകാം, കൂദാശകൾ അനുഷ്ഠിക്കാം. ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് പല വഴി മാറി അവർ പോവുകയാണ്. പക്ഷേ അവർ ശരിയായ വഴിയിലല്ല യാത്ര ചെയ്യുന്നത്. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. അവസാനം എല്ലാ വഴികളിലും പോയതിന് ശേഷം, എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചതിന് ശേഷം, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷം ആത്യന്തികമായി അവൻ വീണ്ടും ആ പഴയ വിഷയ സർക്കിളിൽ വന്ന് നിൽക്കുകയാണ്. സമാധാനമില്ലാത്ത ജീവിതം. പ്രിയമുള്ളവരെ, എന്താണ് ശരിയായ വഴി? മോക്ഷപട്ടണത്തിലേക്കുള്ളതായ സമാധാനത്തിൻ്റെ വഴി എന്താണ്? അത് ഏതെങ്കിലും ഒരു സഭയല്ല, ഏതെങ്കിലും ഒരു കൂട്ടായ്മയല്ല, ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഈ ലോകത്തിലെ മനുഷ്യനായ ഒരു വ്യക്തിയുമല്ല സമാധാനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത്. എന്താണ് സമാധാനത്തിനുള്ളതായ മാർഗം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുക്കിലേക്കുള്ള ഏക വഴി ഞാനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മറ്റ് യാതൊരു വഴിയും തേടി നമ്മൾ ആരും പോകേണ്ട കാര്യമില്ല, ഭോഷന്മാരായി പോകേണ്ട ഒരു കാര്യമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. അപ്പോൾ സ്വർഗപുരിയിലേക്ക്, മോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഒറ്റയ്ക്കൊരു വഴി മാത്രമേ ഉള്ളൂ. പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ, നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഒറ്റയ്ക്കൊരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ പ്രോദ്ഘാടനം ചെയ്തതായ ക്രൂശിലെ രക്ഷയുടെ വഴിയാണ്. തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി സർവ്വ മനുഷ്യർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്നും തുറന്നു വെച്ചിരിക്കുന്നതായ ഒറ്റയ്ക്കൊരു വഴിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വഴിയിൽ കൂടി മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഏതൊരു മനുഷ്യനും പ്രവേശനമുള്ളൂ. കർത്താവെ, ഈ ഒരു ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഏതാണ് സത്യവഴി, ഏതാണ് മോക്ഷപുരിയിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി ഏതാണെന്ന് അറിയുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ, എൻ്റെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. എൻ്റെ ഈ ജീവിതകാലത്ത് ഏതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, നിത്യതയ്ക്കുള്ള വഴി ഏതാണെന്ന് അറിയുവാൻ തക്കവണ്ണം കർത്താവെ, നീ എന്നെ ജ്ഞാനമുള്ളവനാക്കി തീർക്കണമേ. 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വേറൊരു ജ്ഞാനമുള്ള കാര്യം എന്താണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ പാപം വരാത്തവനല്ല, പാപം ഇല്ലാത്തവനല്ല, ഒരു പാപവും ചെയ്യാത്തവനല്ല. പക്ഷേ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചെറുതോ വലുതോ കുറഞ്ഞോ കൂടിയതോ ആയതായ പാപത്തിൽ ജീവിച്ചതായ മനുഷ്യൻ, അവൻ ഭാഗ്യവാനായി തീരുവാൻ ഒരു വഴിയുണ്ട്. അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയാൽ മതി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് ഭാഗ്യവാൻ. അത് മനോഹരമായ ഒരു വാക്യമാണ്. പാപമില്ലാത്തയാളല്ല. ഒന്നും കൂടി ആ വാക്യം വായിക്കാം. യഹോവ അകൃത്യം കണക്കിടാതെ, യഹോവ അകൃത്യം കണക്കിടാതെ, അകൃത്യം ഇല്ലാഞ്ഞിട്ടല്ല, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ പാപമില്ലാത്തവരല്ല, പാപം വരാത്തവരല്ല, ഇതുവരെ ഒരു പാപം ചെയ്യാത്തവരുമല്ല. പക്ഷേ ദൈവം ഇപ്പോൾ ആ പാപം കണക്കിടുന്നില്ല. കാരണം എന്താണ്? ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കിട്ടി. അതൊരു മനോഹരമായ നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തിനുള്ളതായ ഒരു വഴിയാണ്. അതിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 32-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാപം ഏറ്റുപറയാതെ, പാപമുണ്ടെന്ന് എനിക്കറിയാം, ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷേ ആ പാപം ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ
എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ദാറ്റ് മീൻസ് എപ്പോഴും എനിക്ക് ടെൻഷൻ, അസമാധാനം, പാപം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥ. അപ്പോൾ പാപം ചെയ്ത മനുഷ്യനാണ്, പക്ഷേ പാപം മറച്ചു വെച്ചുകൊണ്ട്, പാപം ഏറ്റുപറയാതെ ലംഘനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്നതായ അവസ്ഥ, അത് സമാധാനമില്ല. ഹൃദയം അഗ്നിപർവ്വതം പുകയുന്നത് പോലെ എപ്പോഴും ടെൻഷനും അസമാധാനവും എല്ലാമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതായ അവസ്ഥ. അങ്ങനെയുള്ള ആ വ്യക്തി സമാധാനം പ്രാപിച്ച വഴി തുടർന്ന് നമുക്ക് വായിക്കാം. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അപ്പോൾ പാപം മറച്ചു വെച്ചുകൊണ്ട്, പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ രാവും പകലും 24 hours 24 മണിക്കൂറും അവന് ടെൻഷനാണ്. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ജീവിതം മുഴുവൻ വരണ്ട അവസ്ഥയാണ്. ജീവിതത്തിൽ ഊഷ്മളതയില്ല, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും അസമാധാനമാണ്. ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ അവൻ 24 മണിക്കൂറും കഴിഞ്ഞു പോകുന്നതാണ്. അപ്പോഴാണ് മനോഹരമായ അടുത്ത കാര്യം നമ്മൾ വായിക്കുന്നത്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു, ധാരാളം പാപങ്ങളുണ്ടായിരുന്നു, പാപത്തിൻ്റെ ബാഹുല്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ 24 മണിക്കൂറും ടെൻഷനായിട്ട് ഭാരപ്പെട്ടും ഞെരങ്ങിയും ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനമില്ലാതെ വലഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു കാര്യം ചെയ്തു. എൻ്റെ പാപം ഞാൻ അവനോട് അറിയിച്ചു. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ നിന്ന് സകല പാപങ്ങളും, രഹസ്യവും പരസ്യവും, ബാല്യത്തിലെയും യൗവനത്തിലെയും എല്ലാ പാപങ്ങളും, എനിക്ക് ഓർമ്മ വെച്ചതായ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും ഞാൻ ഒരു ദിവസം ദൈവത്തോട് ഞാൻ അറിയിച്ചു. എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. കാരണം എനിക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയാതിരുന്നാലും, ഞാൻ എൻ്റെ പാപം ഏറ്റു പറയാതിരുന്നാലും, ദൈവത്തിന് മുമ്പാകെ എല്ലാം നഗ്നവും മലന്നുമായി കിടക്കുന്നതായ എൻ്റെ ജീവിതം അതെനിക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് ദൈവത്തോട് എപ്പോൾ ഞാൻ ഏറ്റുപറയുന്നതോ, ഞാൻ ലംഘനങ്ങളെ കൂടി ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാനൊരു പാപിയാണെന്നും ഇനിമേലാൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്നും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും എനിക്ക് മാപ്പാക്കി എനിക്ക് ക്ഷമിച്ചു തരണമേ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോൾ തീരുമാനമെടുക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരുന്ന നല്ലവനായ സ്നേഹവാനായ ഒരു ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ ജ്ഞാനമുള്ള ഹൃദയം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞാൽ കർത്താവ് എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിച്ചു തരും. അന്നു മുതൽ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം എനിക്ക് ലഭിക്കും. 7-ാം വാക്യം നമുക്ക് വായിക്കാം. 32-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. പാപങ്ങളെ മറച്ചു വെച്ചപ്പോൾ, ലംഘനങ്ങളെ ഏറ്റുപറയാതിരുന്നപ്പോൾ എപ്പോഴും ടെൻഷനും ഭാരവും, ജീവിതത്തിൽ ആകെ പ്രശ്നവും, സ്വസ്ഥതയില്ല. ഇപ്പോൾ എല്ലാ പാപങ്ങളും കണ്ടുപിടിച്ച് ഏറ്റുപറയും, ദൈവത്തോട് ക്ഷമ പറയും, ഇനി പാപം ചെയ്യില്ല എന്ന ജീവിതത്തിൽ തീരുമാനമെടുത്ത് ആ സമർപ്പണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ എന്നെ ചുറ്റിക്കൊള്ളും. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു നല്ലൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ഈ അനുഭവം ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ ബലഹീനതയിലും എളിമയിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരോടുമായിട്ട് പറയട്ടെ, പ്രായഭേദമന്യേ നിങ്ങളെല്ലാവരോടും ഞാൻ പറയട്ടെ, ഇതിലെ പാപത്തോട് യാത്ര പറഞ്ഞതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ പാപങ്ങൾ ഉപേക്ഷിച്ച് ഇനിമേലാൽ ഞാൻ പാപത്തിലേക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ രക്ഷയുടെ സന്തോഷം കൊണ്ട്, ഉല്ലാസഘോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വരും നാളുകളിൽ നമ്മളെ രക്ഷാവസ്ത്രം അവൻ ധരിപ്പിക്കും. നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം വേണ്ടേ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ജ്ഞാനമുള്ള ഒരു ഹൃദയം. ഈ ജ്ഞാനമാണ് ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപം ഞാൻ ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്നും അന്നു മുതൽ എൻ്റെ ലംഘനം അവനെ ക്ഷമിച്ചു തരുമെന്നും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. സദൃശവാക്യം 28-13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് പാപമുണ്ടെന്ന് അറിയാം, പക്ഷേ ആരും കാണാതെ വീണ്ടും വീണ്ടും ഏറ്റുപറയാതെ, ദൈവസന്നിധിയിൽ ഏറ്റുപറയാതെ, പാപത്തോട് യാത്ര ചെയ്യാതെ മറച്ച് കൊണ്ടു നടക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സ്തോത്രം. ഇന്നുവരെ നമ്മൾ എങ്ങനെയായിരുന്നെന്നല്ല, ഇനി മുതൽ ഞാൻ എങ്ങനെയായിരിക്കും. ഇന്നുവരെ ഞാൻ മദ്യപാനം ചെയ്തോ, മോഷണം ചെയ്തോ, വഞ്ചന ചെയ്തോ, കൊലപാതകം ചെയ്തോ, ഇതൊന്നുമല്ല പ്രിയമുള്ളവരെ. ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കും. സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് തരും.
വീണ്ടും എന്താണ് ജ്ഞാനമുള്ള ഹൃദയം? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇതൊരു വലിയ അറിവാണ് പ്രിയമുള്ള, ഇതൊരു വലിയ ജ്ഞാനമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ സമയം, ദൈവം നമ്മളോട് ഇടപെടുന്നതായ സമയം, പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ വലിയ ഒരു ജ്ഞാനം, ഈ വലിയ ജ്ഞാനം പ്രാപിക്കാത്തതുകൊണ്ട് ദൈവം നമ്മളോട് ഇടപെട്ടാലും, ദൈവം നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നാലും, ദൈവം കാൽവറി ക്രൂശിലെ രക്ഷ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നാലും, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാണിച്ചു തന്നാലും, ദൈവദാസന്മാർ സുവിശേഷത്തിൽ കൂടി നാം കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാണിച്ചാലും, ഇന്ന് വേണ്ട നാളെയാകട്ടെ, പ്രിയമുള്ളവർ, അത് വലിയ അപകടകരമായ ശത്രു നമ്മളെ പിടിച്ചു വയ്ക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ജ്ഞാനമുള്ള ഹൃദയം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യത്തിൽ ഒരു ചെറുപ്പക്കാരനോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യം. വേറൊരുത്തിനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ. കർത്താവായ യേശു ക്രിസ്തു ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നെ അനുഗമിക്ക. അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ആ ചെറുപ്പക്കാരന് കൊടുത്ത നല്ലൊരു ഓഫറായിരുന്നു, നല്ലൊരു വിളിയായിരുന്നു. നീ എന്നെ അനുഗമിക്ക. ഇതേ വാക്യമാണ്, ഇതേ ശബ്ദമാണ് കർത്താവായ യേശു ക്രിസ്തു ഗലീല കടൽപ്പുറത്ത് കൂടി നടന്നു പോകുമ്പോൾ ശിമോൻ പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്, നീ എന്നെ അനുഗമിക്ക. ശിമോൻ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. തുടർന്ന് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് സബദി മക്കളായ യാക്കോബും യോഹന്നാനും ഇരിക്കുന്ന വല നന്നാക്കുന്നത് കണ്ടു. അപ്പനോടുകൂടി അവരെയും വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അതേ ശബ്ദം തന്നെയാണ്. അവൻ അപ്പനായ സബദിയെ അവിടെ വിട്ടതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അതേ കർത്താവ്, അതേ വാക്യം, അതേ വിളി ഈ ചെറുപ്പക്കാരനോട്, എന്നെ അനുഗമിക്കുക. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞാൽ, മലയാള പരിഭാഷ വായിച്ചാൽ നമുക്ക് തോന്നും അപ്പൻ മരിച്ചു കിടക്കുകയാണെന്ന്. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ശവസംസ്കാരം നടത്തിയിട്ട് വന്നല്ല. അപ്പൻ്റെ കാലമെല്ലാം കഴിഞ്ഞതിന് ശേഷം, അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടാവുന്നതെല്ലാം കിട്ടിയതിന് ശേഷം, എല്ലാം സെറ്ററേറ്റ് ചെയ്തതിന് ശേഷം, അപ്പൻ്റെ കാലശേഷം എല്ലാം ശരിയാക്കിയിട്ട് എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, അതിന് ശേഷം ഞാൻ തന്നെ പിന്നാലെ വരാം. പ്രിയമുള്ളവരെ, ജ്ഞാനമുള്ള ഹൃദയം എന്ന് പറയുന്നത് എപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നു, യേസ് ലോർഡ് എന്ന് അപ്പോൾ ഇറങ്ങി ചാടുന്നതാണ് ജ്ഞാനമുള്ള ഹൃദയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയുടെ കാര്യം നമുക്കറിയാം. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. ആ കഥയെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ആ അത്തിയുടെ കീഴിൽ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുകളിലേക്ക് നോക്കിയിട്ട് അവനോട് പറഞ്ഞു, സക്കായിയെ, നീ വേഗം ഇറങ്ങിയ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. അപ്പോൾ അവൻ ആ വിളി കേട്ട് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, സക്കായിയുടെ ഭവനം രക്ഷപ്പെടുകയില്ലായിരുന്നു. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു എന്ന് പറയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ടതായ ബ്ലെസ്സിങ് വേർഡ്സ് ഒരിക്കലും സക്കായി കേൾക്കുകയില്ലായിരുന്നു. എപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നുവോ, സമയം പാഴാക്കാതെ വാക്കിന് വലയിറക്കുന്നതാണ് ജ്ഞാനമുള്ള ഹൃദയം എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളും 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളും നമുക്ക് വായിക്കാം. ദുഷ്പ്രവൃത്തിക്കാരായ വേറെ 2 പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി തലയോടിടമെന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദുഷ്പ്രവൃത്തിക്കാരായ 2 പേരെയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ദാറ്റ് വാസ് പ്രീ പ്ലാൻഡ്. അവിടെ കൊണ്ടുപോകുമ്പോൾ ദുഷ്പ്രവൃത്തിക്കാരായ 2 പേരെ ഇടവും വലുവുമായിട്ട് ക്രൂശിക്കണം, നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണം. അതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ പോകുന്നത്. അടുത്ത വാക്യം. തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ഒരാളെ ഇടത്തും ഒരാളെ വലത്തുമായി കർത്താവായ യേശു ക്രിസ്തുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആദ്യത്തെ മൊഴി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. വായിക്കാം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗീയമായ ശബ്ദം 2 പേരും കേട്ടു. ഇടതുവശത്തെ ദുഷ്പ്രവൃത്തിക്കാരനും കേട്ടു, വലതുവശത്തെ ദുഷ്പ്രവൃത്തിക്കാരനും കേട്ടു. പിതാവേ, ഇവർ ചെയ്യുന്നത്
ഇന്നതെന്ന് ഇവർ അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടുപേരുടെയും സന്ദർശന കാലമായിരുന്നു. ഇടതുവശത്ത് ക്രൂശിച്ച ദുഷ്പ്രവർത്തിക്കാരൻ്റെയും വലതുവശത്ത് ക്രൂശിച്ച ദുഷ്പ്രവർത്തിക്കാരൻ്റെയും രണ്ടുപേരുടെയും സുപ്രസാദ ദിവസമായിരുന്നു. രണ്ടുപേരുടെയും സന്ദർശന സമയവും സന്ദർശന ദിവസവുമായിരുന്നു. നമുക്ക് വായിക്കാം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, അതേ അധ്യായം തന്നെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. രണ്ട് ദുഷ്പ്രവർത്തിക്കാര്, ഒരാൾ ആ ക്രൂശിൽ തന്നെ കിടന്ന് നിത്യ നരകത്തിലേക്ക് അതിലേക്ക് മാറ്റപ്പെട്ടു. മറ്റവൻ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്നുള്ള അനുഗ്രഹീതമായ മൊഴി കേട്ടു. സ്തോത്രം. രണ്ടുപേരുടെയും സന്ദർശന ദിവസമായിരുന്നു. യേശു ക്രിസ്തു രണ്ടുപേരെയും സന്ദർശിച്ച ദിവസമായിരുന്നു. ഒരാൾ ആ സന്ദർശന ദിവസം തിരഞ്ഞെടുത്തു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടു, മറ്റേയാളെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങൾ ഉപദേശിക്കണമേ എന്ന് മോശ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സന്ദർശിക്കുമ്പോൾ, നമ്മളോട് വ്യക്തിപരമായി ഇടപെടുമ്പോൾ, നമുക്ക് പാപബോധം തരുമ്പോൾ, മകനെ നീ എൻ്റെ പിന്നാലെ വരിക, നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരിക എന്ന് തൻ്റെ മുറിവേറ്റ കരം നീട്ടി നമ്മളെ മാടി വിളിക്കുമ്പോൾ സ്വീകരിച്ചാൽ, പ്രിയമുള്ളവരെ, ആ സ്വീകരിക്കുന്ന ഹൃദയമാണ് ജ്ഞാനമുള്ള ഹൃദയം. നമുക്ക് തലവണക്കാം. ഒരു വാക്ക് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സന്ദർശിക്കുന്ന, വചനത്തിൽ കൂടി നമ്മളെ സന്ദർശിക്കുന്ന ഈ നല്ല ദിവസം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഴ്ത്തപ്പെട്ട വചനം കേൾക്കുന്ന ഈ നല്ല ദിവസം, സന്ദർശനകാലം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് നമുക്കൊരു വാക്ക് പറയാം. കാരുണ്യവാനായ ദൈവമേ, മനസ്സിലുള്ള നല്ല പിതാവേ, എൻ്റെ സകല പാപത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ രക്താൽ സകല പാപങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ലജ്ജ കൂടാതെ എൻ്റെ സകല പാപങ്ങളും തിരുമുമ്പാകെ സമ്മതിച്ചേറ്റ് പറഞ്ഞുകൊണ്ട് നിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ ദുഷ്പ്രവൃത്തിക്കാരൻ പ്രാർത്ഥിച്ച പോലെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മശിഹാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഭാവിയായ എന്നെയും കൂടി ഓർക്കണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.